നമസ്കാരം. ആയുർവേദം എന്നത് പ്രാചീന ഭാരതത്തിൽ ഉടലെടുത്ത ഒരു ആരോഗ്യശാസ്ത്രമാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആയുർവേദശാസ്ത്രം അതിൻ്റെ തനതായ ശൈലികൾ കാത്തുസൂക്ഷിച്ചു പോരുന്നു. WHO കണക്ക് പ്രകാരം ഇന്ത്യയിലും നേപ്പാൾ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ മുതലായ വിദേശ രാജ്യങ്ങളുമായി അവിടുത്തെ ജനസംഖ്യയുടെ 80% ആളുകളും ആയുർവേദ ചികിത്സ കൊണ്ട് ശമനം നേടിയവരോ അല്ലെങ്കിൽ ആയുർവേദ ശാസ്ത്രത്തിൻ്റെ സഹായം തേടിയവരുമാണ്. എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, ഇത്രയധികം പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ആയുർവേദ ശാസ്ത്രത്തെപ്പറ്റി പല മിഥ്യാധാരണകൾ കാലങ്ങളോളമായി നിലനിന്നു പോരുന്നു. അവയിലെ ചിലതിനെ തിരുത്തുകയാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ മഞ്ചേരി വനിതാ കമ്മിറ്റി ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ. ആയുർവേദത്തിൽ സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവുമോ? ആയുർവേദം എന്ന് പറഞ്ഞാൽ ഈ ഒഴിച്ചിലും തിരുമ്മലും ഒക്കെ അല്ലേ എന്നിങ്ങനെയാണ് പലരുടെയും ധാരണ. എന്നാൽ 3000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ വിവിധ തരം സ്പെഷ്യാലിറ്റികൾ കൈകാര്യം ചെയ്തു വരുന്ന ശാസ്ത്രമാണ് ആയുർവേദം. ആയുർവേദത്തിലെ പ്രധാന സ്പെഷ്യാലിറ്റികൾ ഏതെല്ലാമെന്ന് നോക്കാം. ആദ്യത്തേത് ശല്യതന്ത്രം, അതായത് ഓർത്തോപെഡിക്സ് ആൻഡ് ആനോറക്ടൽ വിഭാഗം. കായ ചികിത്സ, ജനറൽ മെഡിസിൻ വിഭാഗം. പ്രസൂതി തന്ത്രം, ഗൈനക്കോളജി വിഭാഗം. ശാലാക്യതന്ത്രം, ENT ആൻഡ് ഓഫ്താൽമോളജി വിഭാഗം. കൗമാരഭൃത്യം, പീഡിയാട്രിക്സ് വിഭാഗം. മാനസികം, സൈക്കാട്രിക് വിഭാഗം. അകിതതന്ത്രം, ഡെർമറ്റോളജി ആൻഡ് ടോക്സിക്കോളജി വിഭാഗം. രസായന വാജീകരണം, ജെറിയാട്രിക്സ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി വിഭാഗം. ഇവയെല്ലാം തന്നെ ഗവൺമെൻറ് അംഗീകൃത ആയുർവേദ ഹോസ്പിറ്റലുകളിലും അതുപോലെ വിവിധ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ചില സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളിലുമെല്ലാം ഇപ്പോൾ ലഭ്യമാണ്. ആയുർവേദമാണോ കാണിക്കാൻ പോണത്? അത് വാദത്തിനല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് എവിടെയെങ്കിലും കാണിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ മാത്രം ആയുർവേദം നോക്കിയാൽ പോരെ? ഇങ്ങനെ ഒരു ധാരണ നിങ്ങൾക്കുണ്ടോ? എന്നാൽ അതൊരു മിഥ്യാധാരണയാണ് കേട്ടോ. അതായത് ആയുർവേദത്തിൽ സാധാരണ ഉണ്ടാവുന്ന പനി, ചുമ, ജലദോഷം തുടങ്ങി കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറാതെ ഉണ്ടാവുന്ന പലതരം ശ്വാസ സംബന്ധമായിട്ടുള്ള അണുബാധകൾ, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, ഇതുപോലത്തെ ഒരുവിധം എല്ലാ അസുഖത്തിനും ആയുർവേദത്തിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്. പക്ഷേ അതിന് ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു അംഗീകൃത ആയുർവേദ രജിസ്റ്റേർഡ് പ്രാക്ടീഷണറെ തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ആയുർവേദ മെഡിസിൻ എടുക്കുന്ന രോഗികളിൽ രോഗം ഒന്ന് കൂടിയതിനു ശേഷം മാത്രമേ കുറയുകയുള്ളൂ. ഇത് തീർത്തും തെറ്റായ ഒരു ധാരണയാണ്. യഥാർത്ഥത്തിൽ രോഗലക്ഷണം തിരിച്ചറിഞ്ഞ ഡോക്ടറുടെ ചികിത്സയിൽ രോഗവർദ്ധന ഉണ്ടാകില്ല. ആയുർവേദ ചികിത്സ ഏറെ സമയമെടുക്കുന്നു എന്നത് പൊതുവായ ഒരു ധാരണയാണ്. കാരണം ഇതാണ്: ആയുർവേദത്തിൽ രോഗചികിത്സയിൽ രോഗകാരണത്തെയാണ് ഒഴിവാക്കുന്നത്. ക്രോണിക് അഥവാ ദീർഘകാലമായുള്ള രോഗങ്ങളിൽ രോഗകാരണത്തെ ഒഴിവാക്കുന്നതോടൊപ്പം ആരോഗ്യസ്ഥിതി പുനഃസ്ഥാപിക്കുന്നതിന് ഒരു നിശ്ചിത കാലയളവ് ആവശ്യമായി വരുന്നുണ്ട്. എന്നാൽ അക്യൂട്ട് അഥവാ ഷോർട്ട് ടേം ആയുള്ള രോഗങ്ങൾ ഇത്ര കാലതാമസം ആവശ്യമില്ല. ആയുർവേദ മരുന്നല്ലേ, അത് ഏതെങ്കിലും ഒരു ആയുർവേദ ഷോപ്പിൽ പോയി സ്വന്തമായി വാങ്ങി ഏതെങ്കിലും ഇഷ്ടമുള്ള അളവിൽ കഴിക്കാമെന്ന് പലരും വിചാരിക്കാറുണ്ട്. പക്ഷേ അറിയുക, അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ആയുർവേദ മരുന്നുകളും അലോപ്പതി മരുന്നുകളെ പോലെ തന്നെ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ വാങ്ങി അത് അദ്ദേഹം നിർദ്ദേശിക്കുന്ന അളവിലും ശരിയായ രീതിയിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് പിന്നീട് പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും കാരണമായേക്കാം. ആയുർവേദം മാംസാഹാരത്തിന് എതിരോ? സംശയമുണ്ടല്ലേ? ആയുർവേദം ഏതെങ്കിലും പ്രത്യേക ഭക്ഷണത്തിന് എതിരുമല്ല, പിന്തുണയ്ക്കുന്നുമില്ല. പച്ചക്കറി, മാംസം തുടങ്ങിയ പ്രകൃതിദത്ത ഭക്ഷണ സ്രോതസ്സുകളെ ആയുർവേദം അനുകൂലിക്കുന്നു. കൂടാതെ അവയുടെ ഗുണങ്ങളെല്ലാം നമ്മുടെ ആയുർവേദത്തിൽ വിവരിക്കുന്നുമുണ്ട്. വിളർച്ച പോലുള്ള രോഗങ്ങളുടെ ചികിത്സയിൽ മാംസാഹാരം ഫലപ്രദമാണ്. തീർച്ചയായും നമ്മൾ അവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യണം. ആയുർവേദ മരുന്നുകൾ പേഷ്യൻ്റ് ഫ്രണ്ട്ലി അല്ല. ആയുർവേദ ചികിത്സ പ്രായമായവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നൊരു മിഥ്യാധാരണ പൊതുവെ കാണാറുണ്ട്. ആയുർവേദ മരുന്നുകൾക്ക് കുറച്ച് കഷായരസം അധികമായതിനാൽ തന്നെ കുട്ടികൾ, ചെറുപ്പക്കാർ തുടങ്ങിയവർക്ക് ഇത് ഉപയോഗിക്കുവാൻ ബുദ്ധിമുട്ടാണെന്നും അതുപോലെ ജോലിക്കാർ, യാത്ര ചെയ്യുന്നവർ തുടങ്ങിയവർക്ക് ലിക്വിഡ് രൂപത്തിലുള്ള കഷായം, അരിഷ്ടം തുടങ്ങിയവ കൂടെ ക്യാരി ചെയ്യുവാൻ ബുദ്ധിമുട്ടായതിനാൽ ചികിത്സ കൃത്യമായി ഫോളോ ചെയ്യുവാൻ പറ്റുമോ എന്നൊരു ആശങ്ക അവർക്കിടയിലുമുണ്ട്. എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിൽ പേഷ്യൻറ്റിൻ്റെ സൗകര്യാർത്ഥം എന്നാൽ ഗുണമേന്മയിൽ ഒട്ടും തന്നെ കുറവില്ലാത്ത രൂപത്തിൽ ഉപയോഗിക്കുവാൻ പറ്റുന്ന കഷായങ്ങളുടെ എല്ലാം ടാബ്ലറ്റുകൾ, ക്യാപ്സ്യൂളുകൾ, കഷായ ചൂർണങ്ങൾ, അതുപോലെ കുട്ടികൾക്ക് പാലറ്റബിളായ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സിറപ്പുകൾ, അർക്കങ്ങൾ, അതുപോലെ ഓയിൽമെൻറ്റുകൾ എന്നിവ ലഭ്യമാണ്. ആയുർവേദ ചികിത്സയെ പറ്റിയും ആയുർവേദ മരുന്നുകളെ പറ്റിയും ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലകൊള്ളുന്ന ചില തെറ്റിദ്ധാരണകളാണ് ഞങ്ങൾ ഈ പറഞ്ഞവയൊക്കെ. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മഞ്ചേരി വനിതാ കമ്മിറ്റി പൊതുജനങ്ങളുടെ അറിവിലേക്കായി മുന്നോട്ട് വയ്ക്കുന്നവയാണിവ. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ ബിന്ദ ചന്ദ്രൻ റോയുടെ സ്മരണാർത്ഥമാണ് രാഷ്ട്രമൊട്ടാകെ ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു പോകുന്നത്.
അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ഡോക്ടേഴ്സിന് ഈ ജൂലൈ 1 നല്ലൊരു ഡോക്ടേഴ്സ് ഡേ നേരുന്നു. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ ഫ്രം AMI മഞ്ചേരി വനിതാ കമ്മിറ്റി. താങ്ക് യു.